എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിൽ തേവക്കൽ ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വന്നിരിക്കുന്നത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4700 സെൻറ്റ് ലാൻഡിലായിട്ട് 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടി 5 ബാത്റൂം സൗകര്യത്തോടു കൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 12 കിലോമീറ്ററും, കൂടാതെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 5 കിലോമീറ്ററുമാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ന്യൂവാൾസ് കോളേജിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളും അമ്പലങ്ങളും കോളേജുകളും എല്ലാം വളരെ സുലഭമായി ലഭ്യമാകുന്ന ഒരു സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പക്ക കൊളോണിയൽ ടൈപ്പ് ബോക്സി ടൈപ്പ് ഫ്യൂഷൻ ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്, ലുവർ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, LED സിലിണ്ടറിക്കൽ ലൈറ്റ് വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതിൻ്റെ എലവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 7 വില്ലകൾ അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് നല്ല കട്ട വിരിച്ച് ഏകദേശം 2 വാഹനങ്ങൾ ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള 5 മീറ്റർ വൈഡ് റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കോമ്പൗണ്ട് വാൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു CNC വർക്കുകൾ വരുന്നുണ്ട്, 2-way ലൈറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ പില്ലറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 16 അടി നീളം വരുന്ന ഒരു ഗേറ്റാണ് GI ഫ്രെയിമിലൂടെ കൊടുത്തിരിക്കുന്നത്. CNC വർക്കുകൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഒരു 4 അടിയുടെ ഫോൾഡിംഗ് ഗേറ്റും 12 അടി സ്ലൈഡിംഗ് ഗേറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് നമുക്ക് ഇതിൻ്റെ കിണറിൻ്റെ സൗകര്യം വരുന്നത്. നല്ല ശുദ്ധമായ കിണർ വെള്ളവും KWO വാട്ടർ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്. ഫ്ലോറിലായിട്ട് ബാംഗ്ലൂർ സ്റ്റോണിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു അഡീഷണൽ കാർ പാർക്കിംഗ് ഏരിയ ഈ ഭാഗത്തായിട്ട് നമുക്ക് ലഭ്യമാണ്. കൂടാതെ ഈ എൻഡിലായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്കുകൾ ബിൽഡർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തായിട്ടാണ്. അവിടെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യവും ബിൽഡർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. ഫ്ലോറിലായിട്ട് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്ന ഗ്രേ കളർ G7 സ്ലാബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ പാളി വിൻഡോ സിറ്റ് ഔട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1:10 വീതിയിൽ വരുന്ന സിംഗിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടാണ് ഈ ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഷേപ്പിൽ വരുന്ന ഒരു സെറ്റിയൊക്കെ കോർണർ സെറ്റിയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് കിഴക്കുവശത്ത് ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. സൈഡിലായിട്ട് പാനലിംഗ് വർക്കുകൾ വിനീറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തെക്ക് ഭാഗത്തായിട്ടും ഒരു 3 പാളി വിൻഡോ വൈഡ് വിൻഡോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1:50 വീതിയിലാണ് വിൻഡോ വരുന്നത്. പാനലിംഗ് വർക്കുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് ഈ ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു ഷാൻഡിയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ TV യൂണിറ്റ് ഏരിയയിലേക്കാണ്. നല്ല രീതിയിൽ PVC വർക്കുകളെല്ലാം കൊടുത്തിട്ട് ഒരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ TV യൂണിറ്റിൽ അവൈലബിൾ ആണ്. താഴെയായിട്ട് ഡ്രോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ, നിഷിൻ്റെ വർക്കുകളെല്ലാം വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിൻ്റെ പാസേജിലേക്കാണ് വരുന്നത്. ഈ പാസേജിലേക്ക് പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ കൗണ്ടർ ടോപ്പ് വാഷ് ബേസും വരുന്നുണ്ട്. നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ, ബിഹൈൻഡിലായിട്ട് നല്ല ഒരു കളർ പാറ്റേണൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വർക്കുകൾ വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെ ടാപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു വൈഡ് 3 പാളി വിൻഡോ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഫാൻസി ലൈറ്റുകളും BLDC ഫാനും ഫോൾ സീലിംഗ് വർക്കുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഷാൻഡിയറിൻ്റെ വർക്കും നമുക്ക് ഡൈനിങ് ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ കിച്ചൺ സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ, ഹാങ്ങിങ് ലൈറ്റുകൾ, പ്ലാന്റ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്.
നേരെ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കിച്ചൻ്റെ സ്ഥാനം ഇവർ കൊടുത്തിരിക്കുന്നത്. വടക്കോട്ട് ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കബോർഡ് വർക്കൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന കബോർഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഫ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡബിൾ ഡോർ ഫ്രിഡ്ജുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ആൽസി എന്ന് പറഞ്ഞ മോഡലാണ്. കേബിളുകളെല്ലാം വി ഗാർഡാണ് വരുന്നത്. ഇനി നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വാളിറ്റിയുള്ള ഒരു മൾട്ടി സിങ്കിൻ്റെ പ്രൊവിഷൻ വരുന്നുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു വർക്ക് ഏരിയ സ്പേസ്, ഒരു സെക്കൻഡറി കിച്ചനൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള സിങ്കും അതിനോടനുബന്ധിച്ചൊരു ടാപ്പും വരുന്നുണ്ട്. വാട്ടർ പ്യൂരിഫയറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇലക്ട്രിക് ചിമ്മിണിയും ഫുഡും എല്ലാം അവർ കൗണ്ടർ ടോപ്പായിട്ടുള്ള ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാട്ടർ കണക്ഷനും അതുപോലെ കിണറിൽ നിന്നുള്ള വെള്ളമെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്കിൽ കയറുന്ന രീതിയിലും ഓഫാവുന്ന രീതിയിലുമാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഗ്രിൽ ഡോറിൻ്റെ സൗകര്യവും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള മിറ്റവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ഒരു ബെഡ്റൂമിലാണ്. ഏകദേശം ഒരു 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം ടൈലുകളുടെ കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കൂടാതെ പടിഞ്ഞാറ് വശത്തും 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. വിനീറിന് തന്നെ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വാൾപേപ്പറിൻ്റെ വർക്ക് നമുക്ക് ബിഹൈൻഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിനീർ ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള LED ലൈറ്റിങ്ങുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സീലിംഗ് വർക്കും BLDC ഫാനും നമുക്ക് ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. കബോർഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളർ വുഡൻ കളർ കോമ്പോയിൽ വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യം വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിലുള്ള ഒരു ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും അതും ജാഗ്വാറിൻ്റെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു മിററും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പാസേജിലായിട്ട് ചെറിയൊരു ഫ്രെയിം വർക്കുകൾ ഈ PVC പാനലിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പുറകിലായിട്ട് ഒരു ലോവർ പാനലിങ്ങിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് വരുന്നുണ്ട്. സെയിം ഗ്ലോസി ടൈലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. കിഴക്ക് വശത്തായിട്ട് 3 വൈഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വടക്ക് ഭാഗത്തായിട്ടും 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. വിനീറിൻ്റെ പാനലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും വരുന്നുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കബോർഡ് സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഇനി നമ്മൾ വരുന്നതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത്. സെയിം ഫിറ്റിങ്സുകൾ തന്നെ ഇവിടെയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയുള്ളൊരു ബാത്റൂം അറേഞ്ച്മെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വരുന്നത് വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് വരുന്നത്. ഒരു കണ്ടംപററി ബീം സ്റ്റെയറാണ് സ്റ്റെയറിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴ്വശത്തായിട്ട് ഒരു ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിൻ വർക്കുകൾ വരുന്നുണ്ട്. ചെറിയൊരു പ്ലാന്റ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ വർക്കും ഒരു ഗ്രീൻ മാറ്റിൻ്റെ വർക്കും അതിന് താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ വാക്ക് വേയിൽ വന്നു കഴിഞ്ഞാൽ ടൈലിന് പകരമായിട്ട് വുഡൻ പാനലിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ്സിൽ വുഡൻ ടോപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ടൊരു LED ലൈറ്റിങ്ങൾ, പ്രൊഫൈൽ ലൈറ്റുകളുടെ വർക്കുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മിഡിലിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 2 മീറ്റർ വീതിയിലുള്ള ഒരു ലാൻഡിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സൈഡിലായിട്ട് നല്ലൊരു ഫാൻസി ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൂവറിൻ്റെ വർക്കുകളും വാൾപേപ്പറിൻ്റെ വർക്കുകളും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നല്ലൊരു വൈഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്.
അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 150 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബെഡ്റൂം സ്പേസാണ് ഇത് വരുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വൈഡ് വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് രണ്ട് പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി കബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു നിഷൊക്കെ അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് തന്നെയാണ്. സെയിം ഫിറ്റിങ്സുകളുടെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. സെറയുടെ കൺസീൽഡ് ഫിറ്റിങ്സുകളും സെറയുടെ തന്നെ ഡൈവേർട്ടേഴ്സും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. കന്നിമൂലയിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. സെയിം ടൈലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയുടെ വർക്ക് വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ടും 2 സിംഗിൾ പാളി വിൻഡോയുടെ വർക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ, ഒരു വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെ സെയിം കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം സ്പേസ് വരുന്നുണ്ട്. സെറയുടെ തന്നെ ഫിറ്റിങ്സുകളാണ് ഫുള്ളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ്, വാഷ് ബേസിനും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി ഏരിയയിലേക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു സ്റ്റഡി ഏരിയ ആണ് വരുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂമായിട്ട് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യമുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ലൊരു കമ്പ്യൂട്ടർ ടേബിളുകളും ബുക്ക് ഷെൽഫൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും ഈ ഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മേളിലെ ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ ക്യാബിനിലേക്കുള്ള എൻട്രൻസിലേക്കാണ് വരുന്നത്. വാക്ക് വേലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിലിനായിട്ട് SS-ൻ്റെ ട്യൂബുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാസ്റ്റർ ലെഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 2 മീറ്ററിൻ്റെ ഒരു ലാൻഡിങ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലത്തെ സ്റ്റെയർ ക്യാബിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുകളിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അയൺ ടേബിളിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൗകര്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ടാപ്പ് സൗകര്യങ്ങളും ഇലക്ട്രിക്കൽ പോയിൻ്റ് സൗകര്യവും സോപ്പ് ഷെൽഫും എല്ലാം അതിനോടനുബന്ധിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു സെർവൻറ്റ് ബാത്റൂമായിട്ടോ അല്ലെങ്കിൽ മെയ്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സൗകര്യവും അലക്കാനുള്ള സൗകര്യവുമെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് പോകുന്ന. പാസേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ടഫൻ ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുള്ള ഹാൻഡ് റെയിലിൻ്റെ വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് താഴത്തെ ലിവിങ് ഏരിയയുടെ ഡബിൾ ലൈറ്റ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നതാണ്. ഹാങ്ങിങ് ലൈറ്റുകളുടെ അടുത്ത് നിന്നുള്ള വ്യൂ കിട്ടുന്നതാണ്. നേരെ നമ്മൾ ബാൽക്കണി സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നൊരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റും. 4-5 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ കോർണറിലായിട്ടൊരു CNC വർക്കുകൾ വരുന്നുണ്ട്. തൂണിലൊക്കെ ആയിട്ട് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 പാളി വിൻഡോ വരുന്നുണ്ട്. മുകളിലായിട്ട് ലൂവർ പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റുകളുടെ വർക്ക് വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായതുകൊണ്ട് തന്നെ രാവിലത്തെ കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ള ഒരു സൗകര്യവും നമുക്ക് ഇവിടെ വന്നിട്ട് ലഭ്യമാണ്. കൂടാതെ ഇതിൻ്റെ ഹാൻഡ് റെയിലിന് കൊടുത്തിരിക്കുന്ന ടഫൻ ഗ്ലാസ്സിൽ SS-ൻ്റെ സ്ക്വയർ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. എടപ്പള്ളി പുക്കാട്ടുപടി റോട്ടിലെ തേവക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നല്ല ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ വർക്കുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4.7 സെൻറ്റ് ലാൻഡിലായിട്ട് 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്
കൂടാതെ ഒരു കോമൺ ബാത്റൂം സൗകര്യവും കൂടാതെ സ്റ്റഡി ഏരിയ സൗകര്യത്തോടു കൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,50,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും നമുക്ക് ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.